നിങ്ങളൊരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾ ഈ മദ്യത്തെ ന്യായീകരിക്കുന്നത് വളരെ സങ്കടകരമാണ്, വളരെ ദുഃഖകരമാണ്. നിങ്ങൾ പ്രൊമോട്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. മുസ്ലിംസിന് മദ്യം ഹറാമാണെന്ന് പറഞ്ഞിട്ട് ഇന്നും വീടുകളിലിരുന്ന് മദ്യപിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ തന്നെ എത്ര പേര് മദ്യപിക്കില്ല എന്ന് പറഞ്ഞിട്ട് രാത്രി മറ്റേ തോർത്തുവിടുന്ന് മദ്യപിക്കുന്നുണ്ട്. ഇതെല്ലാം എടുത്ത് പബ്ലിക്കലി ഞാൻ മദ്യപിക്കും എന്ന് പറയുന്നവരാണ് അവിടെ തെറ്റുകാരനായി. ഞാൻ സ്വകാര്യം ചോദിക്കട്ടെ, ഏതെങ്കിലും ലിക്വർ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ ആണോ താങ്കൾ? അല്ല. ഇല്ല സാർ, ഞാനൊരു ഇൻഫ്ലുവൻസർ ആണ്. അല്ല, ഞാൻ ഇപ്പം ബാറുകളുടെ ആയാലും എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്ത് വരുമാനം കണ്ടെത്തി ജീവിച്ചു പോകുന്ന ഒരാളാണ്. ഞാൻ ഇന്നോവേഷൻ ചെയ്യുന്ന ആളാണ്, പ്രൊമോഷൻ ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞ് സർക്കാർ ഫിറ്റ് കഴിഞ്ഞാൽ ഞാൻ പ്രൊമോഷൻ ചെയ്യും. ലൈസൻസ്ഡ് ആണെങ്കിൽ ഞാൻ പ്രൊമോഷൻ ചെയ്യും. ലൈസൻസ്ഡ് ആയിട്ടുള്ള ബാറുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രൊമോഷൻ ചെയ്യും. ഒരു ആർട്ടിസ്റ്റ് ആണ്, വലിയ വലിയ മഹാനടന്മാർ അഭിനയിക്കുന്നു. വലിയ ഏതെടുത്ത് സിനിമ നോക്കി കഴിഞ്ഞാലും ഇപ്പൊ ഹണീബി എന്ന് പറയുന്ന ഒരു പേരിൽ സിനിമ തന്നെ ഉണ്ട്. ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹണീബി എന്ന് പറയുന്ന മദ്യം തന്നെയാണ് എടുത്ത് എക്സ്പോസീവ് ആയിട്ട് കാണിക്കുന്നത്. എന്നിട്ട് എല്ലാ സിനിമയുടെ താഴെ എടുത്തു കൊടുക്കും ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ഹെൽത്ത്, സ്മോക്കിംഗ് ഈസ് അർബുദത്തിന് കാരണമാവുന്നു എന്ന് പറഞ്ഞ് ഇതിനെ തീർന്നു. നമ്മളൊരു പ്രണയം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, പ്രണയിക്കുക എന്ന് പറയുന്ന ഈ പ്രണയിക്കുന്ന ഒരാളുകൾക്ക് സംഭവിക്കുന്ന മാറ്റം പോലെയാണ് ഈ മദ്യപനും മയക്കുമരുന്ന് കഴിക്കുന്നവനും സംഭവിക്കുന്നത്. ഒരാൾ പ്രണയിക്കാൻ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ആദ്യം ദൂരെയുള്ള കാഴ്ചകളും വിട്ടുവിട്ടുള്ള വർത്തമാനങ്ങളേ ഉള്ളൂ. അങ്ങോട്ട് പോകുന്ന സമയത്ത് എല്ലാ ദിവസവും കാണണമെന്ന് തോന്നും അയാൾക്ക്. കുറച്ചുകൂടെ പ്രണയം അങ്ങ് മൂത്ത് വരുന്ന സമയത്ത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്ന് തോന്നും. ഇതാണ് മദ്യത്തിന്റെ അവസ്ഥ. ആദ്യം 6 മാസത്തിലൊരിക്കൽ 3 മാസത്തിലൊരിക്കൽ എല്ലാ ദിവസവും പിന്നീട് എപ്പോഴും മദ്യപിക്കണമെന്ന് തോന്നും. ഇത് പ്രണയമാണ്. പ്രണയത്തിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അവൻ അറിയത്ത് പോലുമില്ല. ഈ മദ്യപിക്കുന്നവൻ അറിയത്ത് പോലുമില്ല അവൻ എന്ന അവസ്ഥ. എന്താ എക്സൈസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള സാറ് കമ്പയർ ചെയ്ത് മദ്യവും പ്രണയമായിട്ടാണ്. ഈ മദ്യം പ്രണയമായിട്ട് സാറ് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? ഈ പ്രണയം അധികമായാൽ തമാശയ്ക്ക് കൊണ്ട് പറഞ്ഞാൽ മറ്റേ ഗർഭം ഉണ്ടാകുമെന്ന്. ഈ മദ്യം അധികമായി കഴിച്ച് ആർക്ക് ഗർഭം ഉണ്ടാവില്ല. സാറേ ഞാനൊരു കാര്യം പറയാം, കൃത്യമായ അളവിൽ കഴിക്കണമെന്ന് അല്ലെങ്കിൽ എക്സൈസ് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഇതുവരെ ഒരു അവയർനെസ് ഇന്ന് വരെ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ കൊടുത്തിട്ടുണ്ടോ? ഇങ്ങനെ മദ്യം കഴിക്കണം, എങ്ങനെ കഴിക്കണം, എപ്പോ കഴിക്കണം, ആരുടെ മുമ്പ് ഇല്ല. സയന്റിഫിക് ജേർണൽസ് പറയുന്നത് ഒരു ml പോലും പോയിസൺ ആണ്. എന്തിനു വിൽക്കുന്നു ഈ പോയിസൺ? ഒരു രണ്ട് കാര്യം ചോദിക്കട്ടെ. അദ്ദേഹത്തിന് സ്ത്രീകൾ മദ്യപിക്കുന്നോന്ന് ചോദിച്ചു. ക്രിസ്തു ജനിച്ചു കഴിഞ്ഞിട്ട് ആദ്യം ചെയ്ത അത്ഭുതങ്ങളിൽ ഒന്നായി കർത്താവിനെ എടുത്തിട്ട് കാര്യം പറയുമ്പം വേറെ ഇവിടുത്തെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.